ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റും ആക്ടിവിസ്റ്റുമായ ശ്രീരാമൻ കൊയ്യോനും അനുയായികളും കോൺഗ്രസിൽ ചേർന്നു. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അംഗത്വം നൽകി. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി എക്കാലവും നിലകൊണ്ടത് കോൺഗ്രസ് ആണെന്ന് സണ്ണി ജോസഫ് MLA പറഞ്ഞു. ആദിവാസി ദളിത് മുന്നേറ്റ സമിതി പ്രസിഡന്റ് ശ്രീരാമൻ കൊയ്യാൻ നിരവധി അനുയായികൾക്കൊപ്പമാണ് കോൺഗ്രസിൽ ചേർന്നത്. ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനം എന്ന നിലയിലാണ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചതെന്ന് ശ്രീരാമൻ കൊയ്യോൻ പറഞ്ഞു. കണ്ണൂർ DCCയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഇവർക്ക് അംഗത്വം നൽകി. ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി എക്കാലവും നിലകൊണ്ടിട്ടുള്ള പ്രസ്ഥാനം കോൺഗ്രസ് ആണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മഹാഭൂരിപക്ഷമുള്ള ഭരണഘടനാ നിർമ്മാണ സമിതിയാണ് ദളിത് മുന്നോക്ക വിഭാഗത്തിന്റെ പ്രതിനിധിയായ ഡോക്ടർ BR അംബേദ്കറെ ആ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയോഗിച്ചത് മനസ്സിലാക്കണം. രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് അതിന്റെ ചെയർമാനായി എങ്കിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി BR അംബേദ്കറെയാണ് നെഹ്റുവും മറ്റ് നേതാക്കന്മാരും ചേർന്ന് നിയമിച്ചത്. ആ ഭരണഘടന ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് വലിയ സംരക്ഷണം ഇന്ത്യ രാജ്യത്ത് നൽകുന്നുവെങ്കിൽ അത് നടപ്പിലാക്കാൻ കേരളത്തിൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായപ്പോഴാണ് ആദിവാസി ദളിത് വിഭാഗങ്ങൾക്ക് ഭൂമി സ്വന്തമായിട്ട് അവർക്ക് കിടപ്പാടം നൽകാൻ തീരുമാനിച്ചത്. AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കെയാണ് ഭൂരഹിതരായ മുഴുവൻ ആദിവാസികൾക്കും സർക്കാർ ഭൂമി നൽകിയത്. ആർളത്തും അട്ടപ്പാടിയിലും ആലക്കോടുമൊക്കെ ഇത്തരത്തിൽ ആദിവാസി പുനരധിവാസ കേന്ദ്രങ്ങൾ രൂപം കൊണ്ടത് UDF സർക്കാരിന്റെ കാലത്താണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആദിവാസികൾക്ക് ഭൂമി നൽകുന്നതിനെ CPMന്റെ MPമാർ അന്ന് എതിർക്കുകയാണ് ചെയ്തത്. ആദ്യമായി MLA ആയ ആദിവാസി വിഭാഗത്തിലെ ജയലക്ഷ്മിയെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയാക്കിയതും UDF ആണ്. എന്നാൽ പിണറായി സർക്കാരിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി പോലും ഇല്ലെന്നും സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ VA നാരായണൻ, അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ, ചന്ദ്രൻ തില്ലങ്കേരി, PT മാത്യു, സജീവ് മറോളി, TO മോഹനൻ, ആദിവാസി ഗോത്ര ജനസഭാ പ്രസിഡന്റ് PK കരുണാകരൻ, ADMS ജില്ലാ പ്രസിഡന്റ് K സതീശൻ, MP ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് ബ്ലാത്തൂർ, അമൃത രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് റഷീദ് കൗവായി, T ജയകൃഷ്ണൻ, V ശോഭ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.